കാനനപാത നാളെ മുതൽ ശരണമന്ത്ര മുഖരിതമാകുകയാണ്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട നാളെ വൈകിട്ട് ഈ സമയമാകുമ്പോൾ 5 മണിയാകുമ്പോഴേക്കും തുറക്കും. തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിലുള്ള മേൽശാന്തി PN മഹേഷാണ് നട തുറക്കുക. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഏർപ്പെടുത്തിയ ശേഷം ആദ്യമായാണ് ശബരിമല ദർശനത്തിന് വഴിയൊരുങ്ങുന്നത്. 18 മണിക്കൂർ ദർശന സൗകര്യം ഉണ്ടായിരിക്കും. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു നമുക്കൊപ്പം. പ്രവീൺ പുരുഷോത്തമൻ, ശരണപാതയിൽ ഒരുക്കങ്ങളെല്ലാം തയ്യാറായോ എന്നതാണ് ഇന്നത്തെ ദിവസം ചോദിക്കേണ്ടത്. എല്ലായിടങ്ങളിലും പാർക്കിംഗ് സൗകര്യങ്ങൾ അതെല്ലാം അടക്കം എല്ലാം റെഡിയാണ് എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അവിടേക്കുള്ള ബസ്സുകളിലടക്കം കൃത്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ദേവസ്വം ബെഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇനി പരിഹരിക്കപ്പെടേണ്ടതായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അതോ എല്ലാം കൊണ്ടും തയ്യാറാണോ ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്തിനായി ശബരിമല? സുജയ, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് നാളെ തുടക്കമാവുകയാണ്. നാളെ വൈകിട്ട് 5 മണിക്കായിരിക്കും ശബരിമല ക്ഷേത്രനട തുറക്കുക. മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങിയെന്ന് സർക്കാരുമൊപ്പം തന്നെ ദേവസ്വം ബോർഡുമൊക്കെ പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട റോഡുകൾ, ഇടത്താവളങ്ങൾ ഇവിടങ്ങളിലെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുള്ള ആ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ക്ഷേത്രനട തുറക്കാൻ. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു വാർത്താ സമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇക്കുറി തീർത്ഥാടകർക്ക് ഒരു കുറവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. നമുക്കറിയാം, കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വലിയ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു. അനിയന്ത്രിതമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. സന്നിധാനത്ത് ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ കുട്ടികൾക്കൊക്കെ ആ തിരക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞ തവണ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന്റെ എണ്ണം കുറയ്ക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് ക്ഷേത്രനട തുറന്നിരിക്കുന്ന സമയം 1 മണിക്കൂറൊക്കെ നീട്ടുന്ന സാഹചര്യം പോലും കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തുണ്ടായിരുന്നു. ഇക്കുറി 18 മണിക്കൂറായിരിക്കും ദർശന സമയം ഉണ്ടാവുക. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറക്കും, ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. പിന്നീട് 3 മണിക്ക് തുറന്ന് രാത്രി 11 മണിക്കായിരിക്കും ക്ഷേത്രനട അടയ്ക്കുക. അങ്ങനെ 18 മണിക്കൂർ ഇപ്പോൾ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇപ്പോൾ 35% പൂർത്തിയായി എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുള്ളത്, കഴിഞ്ഞ തവണയൊക്കെ ഈ തിരക്ക് കൂടുന്നതിനൊരു കാരണമായി പറഞ്ഞിരുന്നത് പ്രവീൺ പുരുഷോത്തമൻ, നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ മാസം 30-ന് മാത്രമാണ്, ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഈ മാസം 30-ന് മാത്രമേ സ്ലോട്ടുകളുള്ളൂ. ഈ 15 മുതൽ 29 വരെയുള്ള സ്ലോട്ടുകൾ ഒന്നുമില്ല. 30-ാം തീയതി ആകട്ടെ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സ്ലോട്ടുകൾ മാത്രമാണ്. ഈ 70,000 പേർക്കല്ലേ വെർച്വൽ ക്യൂ വഴി ഇപ്പോൾ സമയക്രമം നൽകിയിരിക്കുന്നത്. അതിൽ ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒഴിവുകൾ കുറവാണ്, അല്ലെങ്കിൽ ഒഴിവുകളില്ല. ആദ്യ ദിവസങ്ങളിൽ തിരക്കിട്ട് വരേണ്ടതില്ല എന്ന ഒരു സൂചനയല്ലേ നൽകുന്നത്? കൂടുതൽ പേരും കയറിയിട്ട് ഒഴിവുകളില്ല, സ്ലോട്ടുകളില്ല എന്ന ഒരു മറുപടി നൽകുന്നുണ്ട് പ്രവീൺ. അതെ സുജയ, ഇപ്പോൾ ഭക്തരുടെയൊക്കെ ഒരു ആശങ്ക ഇപ്പോൾ തന്നെ, അതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്, 35% വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇപ്പോൾ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. അത് ഈ പറയുന്ന ദിവസങ്ങളിലേക്കുള്ള ബുക്കിംഗ് ആണ് പൂർത്തിയായിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെർച്വൽ ക്യൂ സംവിധാനം വഴി ബുക്ക് ചെയ്യുകയും ആ ദിവസം ഭക്തർ എത്താത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ആ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനം ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. അതായത് അത് ബുക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ ആ ബുക്ക് ചെയ്ത ഭക്തർ അവിടെ എത്തുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുന്നു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്രാവശ്യം ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിന് പകരം മറ്റൊരു പേരാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത്. അതായത് തത്സമയ ബുക്കിംഗ്. അത് 3 ഇടങ്ങളിൽ ദേവസ്വം ബോർഡ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാം. 10,000 പേർക്കാണ് ഈ പറയുന്ന തത്സമയ ബുക്കിംഗ്, സ്പോട്ട് ബുക്കിംഗ് തന്നെയാണ് പേര് മാറി എന്ന് മാത്രം. 10,000 പേർക്ക് പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ ഇവിടങ്ങളിൽ നിന്നാണ് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി, തത്സമയ ബുക്കിംഗ് വഴി മല കയറാൻ കഴിയുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി സമയം കിട്ടിക്കഴിഞ്ഞാൽ പ്രവീൺ, ഏതെങ്കിലും കാരണവശാൽ യാത്ര മാറ്റിവെക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ടേ? ക്യാൻസൽ ചെയ്ത് ആ ഒരു സമയം അത് സ്പോട്ട് ബുക്കിംഗിലേക്ക് മാറ്റുന്ന ഒരു ക്രമീകരണം തന്നെ ആയിരിക്കില്ലേ ഇക്കുറിയും? അതേ സുജയ, ദേവസ്വം ബോർഡ് അതാണ് പ്രധാനമായിട്ടും ഒരു അറിയിപ്പായി നൽകുന്നത്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ബുക്ക് ചെയ്ത ദിവസം ഭക്തർക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അത് അവസരം ലഭിക്കും. നമുക്കറിയാം, 70,000 പേരാണ് ഇപ്പോൾ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനത്തിലൂടെ ശബരിമലയിലേക്ക് എത്താൻ പോകുന്നത്. മറ്റൊരു 10,000 പേർ അത് തത്സമയ ബുക്കിംഗ് സംവിധാനത്തിലൂടെ ആയിരിക്കും എത്തുക. അങ്ങനെ 80,000 പേരായിരിക്കും ഒരു ദിവസം ശബരിമലയിലേക്ക് എത്തുക എന്നാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ. അതേസമയം തന്നെ കഴിഞ്ഞ തവണയൊക്കെ അത് 80,000-ന് മുകളിലേക്കൊക്കെ പോയിരുന്നു. 1 ലക്ഷത്തിനടുത്ത്
തീർത്ഥാടകർ എത്തുമ്പോഴാണ് നാം കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് കണ്ടതുപോലെ വലിയ തിരക്കും കാനന പാതയിലൊക്കെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ 8 മണിക്കൂറിലധികം ഒക്കെ പിടിച്ചിടേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായത്. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000-ലേക്കും ഒപ്പം തന്നെ തത്സമയ ബുക്കിംഗ് അത് 10,000-ലേക്കും ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. ഈ തത്സമയ ബുക്ക് ചെയ്യുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആധാറിന്റെ യഥാർത്ഥ കോപ്പി അല്ലെങ്കിൽ ആധാറിന്റെ യഥാർത്ഥത്തിലുള്ള ആധാർ കാർഡോ അല്ലെങ്കിൽ അതിന്റെ കോപ്പിയോ കരുതണം. ഇനി ആധാർ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് ഈ 2 രേഖകളും ഉപയോഗിക്കാമെന്ന് കൂടി ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ പേര് പമ്പയിലെത്തിയായിരിക്കും ഈ ഒരു എൻട്രി പോയിന്റ് ബുക്കിംഗ് നടത്തുക. 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും സ്ഥലങ്ങളിലില്ല. അത് ശ്രദ്ധിക്കണം പ്രത്യേകം. പമ്പ, എരുമേലി, വണ്ടിപ്പെരിയാർ. അതിൽ തന്നെ പമ്പയിലാണ് എൻട്രി പോയിന്റ് ബുക്കിംഗിനായിട്ട് കൂടുതൽ കൗണ്ടറുകൾ. 7 കൗണ്ടറുകൾ പമ്പയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ പ്രവീൺ? അതെ സുജയ, വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ തത്സമയ ബുക്കിംഗ് എന്നുള്ളത് അത് പരമാവധി ഭക്തർ പ്രയോജനപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് പോയത് വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രം ഇപ്രാവശ്യം മതി, സ്പോട്ട് ബുക്കിംഗ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ ആദ്യം ഒരു തീരുമാനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ വലിയ വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ വന്നിരുന്നു. അതായത് ഈ സ്പോട്ട് തമിഴ്നാടിന്റെ ഉൾപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് മൊബൈൽ ഓൺലൈൻ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അപ്പോൾ അവർ എങ്ങനെ ഈ വെർച്വൽ ക്യൂ നേരത്തെ ബുക്ക് ചെയ്തു വരും? അങ്ങനെ വരുമ്പോൾ അവർ നേരിട്ട് ശബരിമലയിലേക്ക് എത്തുകയും എവിടെയെങ്കിലും സ്പോട്ട് ബുക്കിംഗ് സൗകര്യമുള്ളിടത്ത് അത് പ്രയോജനപ്പെടുത്തി ശബരിമലയിലേക്ക് എത്തുന്നവരാണ് കൂടുതൽ അന്യസംസ്ഥാന നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. ഈ മണ്ഡല മകരവിളക്ക് ഉത്സവകാലം അത് എല്ലാവർക്കും ഭക്തർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസകരമായ ഒരു യാത്രാ സൗകര്യവും അവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നമ്മുടെയും ഒരു വലിയ വാർത്താ സംഘം തന്നെ ഉണ്ടാകും.